ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നിങ്ങളൊരു ഫെയിലിയർ ആണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇതുവരെ പഠിച്ചതൊക്കെ വെറുതെ വേസ്റ്റായി, ഞാൻ വെറുതെ സമയം കളഞ്ഞു, ഒന്നും ശരിയായിട്ടില്ല അല്ലേ? തോന്നുന്നില്ലേ നിങ്ങൾക്കത്? വെറുതെ സമയം കളഞ്ഞു, കുറേ സമയം ഞാൻ വേസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ എത്ര ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അല്ലേ? എനിക്ക് മാത്രം എന്താണ് മാർക്ക് കിട്ടാത്തത്? എനിക്ക് മാത്രം എന്താണ് മോക്കിൽ സ്കോർ ഇമ്പ്രൂവ് ആവാത്തത്? ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം നന്നായി നടക്കുന്നുണ്ടല്ലോ. ഇത് നമുക്ക് സ്ഥിരമുള്ള ഒരു ചിന്തയല്ലേ? ഞാൻ മക്കളോടൊരു കാര്യം പറയട്ടെ. എനിക്ക് വരുന്ന മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രശ്നമൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എല്ലാവരും ഓരോ നീറ്റ് ആസ്പിരൻറ്റും 25 ലക്ഷം പേര് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും ആ 25 ലക്ഷത്തിൽ എനിക്ക് സെറ്റാണ്, ഞാൻ 720 മേടിച്ചിരിക്കും എന്നുള്ള, അതായത് സൂപ്പർ ഡ്യൂപ്പർ കോൺഫിഡൻറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയിട്ടൊന്നും അല്ലല്ലോ ആരും പോകുന്നത്. സോ എവ്രിബഡി ഈസ് ഗോയിങ് ത്രൂ ദിസ് സെൽഫ് ഡൗട്ട്. എല്ലാവർക്കും ഈ സമയത്തുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ എൻ്റെ മക്കൾ ആലോചിക്കുക, നമുക്കിപ്പോൾ ഈ സമാധാനമായിട്ട് ഇന്ന് നമുക്ക് ആലോചിക്കാനെങ്കിലും പറ്റുന്നില്ലേ? ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമെങ്കിലും ഇല്ലേ? അതുപോലെ കിട്ടാത്ത എത്ര പേരുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് വരുന്ന ഓരോ മെസ്സേജുകളിൽ മക്കൾ പറയുന്ന കാര്യങ്ങളാണ്. അതായത് പ്രോപ്പറായിട്ട് ഭക്ഷണം പോലും കിട്ടുന്നില്ല ഈ ചൂടത്ത് അല്ലേ? ആവശ്യത്തിന് ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന മക്കളുണ്ട്. ഓക്കെ, അങ്ങനെ പരീക്ഷ എഴുതാൻ, ആ സിറ്റുവേഷനിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത്രയും ഫിനാൻഷ്യലി പുവർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ട്. നല്ല പോലെ പഠിക്കാൻ കറണ്ട് പോലും ഇല്ലാത്ത അവസ്ഥകളിൽ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ ഒരു ചെറിയ സ്ഥലത്തുള്ള നിങ്ങൾ മാത്രമാണ് നീറ്റ് എക്സാം എഴുതുന്നത്. അല്ല, ഈ എൻറ്റയർ രാജ്യത്തിലെ പല ഗ്രാമങ്ങളിൽ എത്രയോ എന്താ പറയടാ, ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലുള്ള വില്ലേജസിലൊക്കെ കറണ്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു രീതിയിലുള്ള വികസനം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് മക്കൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പം ആലോചിക്കുക, നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ അനുഭവിക്കുന്നത് ഒക്കെ നിങ്ങളുടെ ടെൻഷനാണ്, നിങ്ങളുടെ വിഷമമാണ്, മാർക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, ബെഡ് റിഡൻ ആയിട്ട് കിടക്കുകയാണ്, ഒരു ബെഡിൽ കിടന്നുകൊണ്ട് അത്രയും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ട് കിടന്നുകൊണ്ട് ക്ലാസ്സസ് കണ്ട് എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ട്. അതുപോലെ മറ്റുള്ളവർ ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സിൽ കൂടി പോയി, അതായത് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഫാമിലിയുടെ വശത്ത് നിന്ന് കിട്ടുന്നില്ല, അത്രയും മെൻ്റൽ സ്ട്രെസ്സിൽ കൂടെ പോയിക്കൊണ്ട്, അത്രയും ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ സ്ട്രെസ്സിൽ കൂടെ പോയിക്കൊണ്ട്, മുമ്പുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളിലുള്ള ട്രോമ കാരണം മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട്, മെൻ്റൽ ബ്ലോക്കേജ് ആയിട്ട്, എന്നിട്ടും ഈ എക്സാം ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ച് പഠിക്കുന്ന മക്കളുണ്ട്. നിങ്ങളിൽ പലരും ഇതുപോലെ ആവാം അല്ലേ? അപ്പോൾ ആർക്കും ലൈഫിൽ എപ്പോഴും 200% ഹാപ്പിനെസ് എന്നൊരു പോയിന്റ് ഇല്ല. എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്, ഞാൻ പെർഫെക്റ്റ്ലി ഹാപ്പിയാണ്. ദാറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഹാപ്പിനെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയില്ലേ? നമ്മൾ തന്നെ വിചാരിച്ച് ഉണ്ടാക്കുന്നതാണത്. എൻ്റെ ലൈഫ് സെറ്റാണ്, എൻ്റെ എല്ലാം ഓക്കെയാണ്, എൻ്റെ ചുറ്റുമുള്ള എല്ലാം ഓക്കെയാണെന്ന് നമ്മൾ വിചാരിച്ച് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണത്. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റീസ് എല്ലാ ടൈമിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അത് നിങ്ങൾക്കിപ്പം ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തോന്നുന്നതാണ്, ഞാനൊരു ഫെയിലിയർ ആണ്, ഞാൻ തോറ്റുപോകും അല്ലേ? നിങ്ങളിപ്പോൾ ഇരുന്ന് ആലോചിച്ച് കളയുന്ന ഈ സമയമില്ലേ, ഇതാണ് നിങ്ങളുടെ ഗോൾഡൻ മൊമെന്റ്. മക്കളെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഈ സമയം ഇത് ഭയങ്കര പ്രഷ്യസ് ആണ്. ഇപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞു പോയ ഈ മിനിറ്റ് എനിക്കിനി ഇത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. സെയിം അപ്ലൈസ് ടു യു. ഓക്കെ, പോയ സമയം തിരിച്ചു വരുന്നില്ല. സോ ഓരോ മിനിറ്റും പ്രഷ്യസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി അത് യൂസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്താൽ, ഒരു അറിയാത്ത കോൺസെപ്റ്റ് പഠിച്ചാൽ, ഓക്കെ, പിന്നെ എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നതാണ് മാം എൻഡ് ഗെയിം ഞാൻ ഫോളോ ചെയ്യണോ? എൻഡ് ഗെയിം അല്ലെങ്കിൽ XPL 2.1 ക്ലാസ്സസ് കണ്ടാൽ മതിയോ? അതോ ഈ 10 ഡേ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ മതിയോ? മാം ഞാൻ എൻഡ് ഗെയിം ഫോളോ ചെയ്ത് വരികയായിരുന്നു, അപ്പോൾ 10 ഡേ സ്റ്റഡി പ്ലാൻ തുടങ്ങി, അപ്പോൾ എൻ്റെ ഓർഡർ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ മാരത്തോൺ ലൈവ് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അതിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയോ? ഞാൻ എന്തിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ എനിക്ക് സ്കോർ ചെയ്യും? ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ചിൽഡ്രൻ. എവിടെ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ല, എന്തിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്തറിയില്ല, നിങ്ങൾക്ക് എന്തറിയാം, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാത്ത ചാപ്റ്ററാണ് ഇപ്പോൾ എൻഡ് ഗെയിമിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് പോയി പഠിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് അറിയുന്ന സംഭവമല്ലേ, അതൊന്ന് റിവൈസ് ചെയ്ത് വിട്ടാൽ പോരെ? 10 ഡേ സ്റ്റഡി ചലഞ്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്ററാണ് റിവൈസ് ചെയ്യുന്നതെങ്കിൽ അത് പോയി പഠിക്കുക. നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് എത്ര പഠിച്ചിട്ടും കിട്ടാത്ത ടോപ്പിക് ആണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ വീഡിയോസ് കണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ പോയിന്റിലെങ്കിലും നിങ്ങൾ ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത്, എസ്പെഷ്യലി എക്സാം എഴുതുന്ന സമയത്ത് ഇരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കാതെ ആലോചിച്ച് കരഞ്ഞ് വിഷമിച്ച് രാത്രി ഫുള്ള് കിടന്ന ആലോചനയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, വരുന്ന മെസ്സേജുകളാണ്,
ഉറങ്ങാൻ പറ്റുന്നില്ല മിസ്സേ, കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ല, കണ്ണ് തുറന്ന് ഞാൻ രാത്രി മുഴുവൻ കിടക്കും, അപ്പം എനിക്ക് രാവിലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവിടെ ആ സമയത്ത് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവാണ്, കാരണം എനിക്ക് ഭയങ്കര ക്ഷീണം. ബിക്കോസ് അത്രയ്ക്കൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലടാ. ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സാം. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാം. ഒന്നെങ്കിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ നമ്മൾ തോക്കും, അല്ലേ? സോ വി നോ ഇറ്റ്സ് എയ്തർ വൺ ഓഫ് ഇറ്റ്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കഴിഞ്ഞുള്ള കാര്യങ്ങൾ നോക്കാം. പക്ഷെ ഈ സമയം ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എന്താവും എൻ്റെ ലൈഫ് തീർന്നു, ഇതില്ലെങ്കിൽ ഇല്ല, അല്ല എനിക്ക് പറ്റുന്നില്ല മിസ്സേ, ഉറങ്ങാൻ പറ്റുന്നില്ല മിസ്സേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മിസ്സേ, ഹെൽത്ത് തന്നെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നല്ലൊരു അവസരം മക്കൾ നഷ്ടപ്പെടുത്തുകയാണ്. ഓക്കെ, കാരണം ഈ വർഷം 25 ലക്ഷം പേര് എഴുതുന്നുണ്ട് നമുക്കറിയാം. അടുത്ത വർഷം നീറ്റ് എക്സാം എന്താണ്, അതിൻ്റെ പാറ്റേൺ എന്താണ്, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവും, ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഇൻഫർമേഷൻ ഇല്ല, എന്തും സംഭവിക്കാം, അല്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കണ്ട, എത്ര ലക്ഷം പേര് വേണമെങ്കിലും എഴുതിക്കോട്ടെ, ദാറ്റ് ഷുഡിൻറ്റ് മാറ്റർ ടു യു. നിങ്ങൾക്ക് 25 ലക്ഷം പേര് എഴുതിയ 25 ലക്ഷം പേരുടെ സീറ്റ് നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ 50,000 സീറ്റ് നിങ്ങൾക്ക് വേണ്ടോ? നിങ്ങൾക്ക് വേണ്ടത് ആ ഒരൊറ്റ സീറ്റാണ്, നിങ്ങളുടെ ഫേവറേറ്റ് മെഡിക്കൽ കോളേജിലെ ആ ഒരൊറ്റ സീറ്റ്. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ സമയം എൻ്റെ മക്കൾ ഹോപ്പ്ലെസ് ആവാതെ, ഇനിയിപ്പോൾ ഫെയിലിയർ ആണ് വരാൻ പോകുന്നതെങ്കിലും ഫെയിൽ ചെയ്യാനൊരു ചാൻസ് കൊടുക്കടാ. ഫെയിലിയർ എന്താ പറയുക, ഫെയിലിയറിന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനൊരു ചാൻസ് കൊടുക്കുക. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ലൈഫ് ഈസ് എ മിക്സ് ഓഫ് എവ്രിതിങ്, അല്ലേ? സന്തോഷം, പോസിറ്റിവിറ്റി, വിക്ടറി മാത്രമല്ല ലൈഫിലുള്ളത്. ഫെയിലിയേഴ്സ് വരും, നെഗറ്റീവ് പീപ്പിൾ നമ്മുടെ ചുറ്റും വരും, നെഗറ്റിവിറ്റീസിനെ നമ്മൾ ഫേസ് ചെയ്യും, ഭയങ്കര വേഴ്സ്റ്റ് കണ്ടീഷൻസ് ഉണ്ടാകും. നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫ് തീർന്നു എന്ന്, അതായത് ഇനി അങ്ങോട്ട് എന്തെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ വരും. ബിയോണ്ട് ദാറ്റ് ഞാൻ എന്ത് ചെയ്യും, അല്ലെ? ഒരുപാട് ലൈഫിൽ ആൾക്കാർക്ക് വരുന്ന അവസ്ഥയാണ് ഇതൊക്കെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ നമ്മുടെ ജോലി ഇല്ലാണ്ടായി, നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു, ഭയങ്കരമായിട്ടൊരു ഹെൽത്തിനൊരു പ്രശ്നം വന്നു, ആൾക്കാർ വിചാരിക്കും എൻ്റെ ലൈഫ് തീരുമോ ലൈഫ് അവിടെ? ഇല്ല, ലൈഫ് വിൽ സ്റ്റിൽ മൂവ് ഓൺ. എൻ്റെ മക്കൾ വിചാരിക്കേണ്ട, നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയാലും ഇല്ലെങ്കിലും, നിങ്ങൾ കിടന്ന് ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും, നാളെ ഈ ലോകത്ത് സൂര്യൻ ഉദിക്കും. ഓക്കെ, ലോകം അതുപോലെ തന്നെ ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് നടക്കും. പിന്നെ എന്തിനാണ് എൻ്റെ മക്കൾ മാത്രം ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഈ നല്ല സമയം നഷ്ടപ്പെടുത്തുന്നത്? ഇതൊരു ഗോൾഡൻ പീരീഡാണ് നിങ്ങളുടെ ലൈഫിൽ. നല്ലപോലെ പഠിക്കുക, നിങ്ങളുടെ ബെസ്റ്റ് ഷോട്ട് കൊടുക്കുക. എക്സാം എങ്ങനെയും ആവട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയും വരട്ടെ, ഇതുവരെയുള്ള നിങ്ങളുടെ അവസ്ഥ എന്തുമാവട്ടെ, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും. ആലോചിച്ച് ടെൻഷൻ അടിച്ച സമയം കളയാതെ ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. അതുകൊണ്ട് നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തു, ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡോണ്ട് ഫീൽ ഹോപ്പ്ലെസ് മൈ ചിൽഡ്രൻ. പിന്നെ ഞാൻ നിങ്ങളെ ഓർത്ത് ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്. ബിക്കോസ് എല്ലാ രീതിയിലുള്ള സിറ്റുവേഷൻസുള്ള മക്കളെയും ഞാൻ കാണുന്നു. സോ എന്താ പറയുക, തീയിൽ കുരുത്ത മക്കൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള മക്കളെ കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർ പോലും എന്താ പറയുക, നിങ്ങൾക്കൊക്കെ ഇപ്പം ഈ മെസ്സേജ് കാണാൻ, അല്ലേ, ഈ എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ട്. കണ്ണില്ലാത്ത ഒരാളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. എൻ്റെ വീഡിയോ കേട്ട് എക്സാമിന് വേണ്ടി പഠിക്കുന്ന മക്കളുണ്ട്. ഓക്കെ, എൻ്റെ മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സിനും. അല്ലെങ്കിൽ ഈ കമൻ്റ് ഒക്കെ ഇടില്ലേ മക്കൾ, വീഡിയോ താഴെ ലൈക്കും കമൻറ്റും ഇടില്ലേ? അപ്പോൾ കമൻറ്റ് എഴുതാൻ കൈയില്ലാത്ത ഒരാളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള മക്കളുണ്ടടാ. അങ്ങനെയുള്ളവർ പോലും എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ആ ഓരോ മക്കളും ദേ ഗിവ് മീ സോ മച്ച് ഓഫ് കോൺഫിഡൻസ്. ആസ് എ ടീച്ചർ എനിക്കത് ഭയങ്കര മോട്ടിവേഷനാണ്. ഇങ്ങനെയുള്ള മക്കളൊക്കെ ഇരുന്ന് എന്താ പറയുക, അവർക്കൊക്കെ ലൈഫിൽ ദേ വോണ്ട് ടു റീച്ച് വെയർ ദേ ഹാവ് ടു റീച്ച്. ഓക്കെ, സോ അത്രയും ഡിറ്റർമിനേഷൻ അവർക്കുണ്ട്. അപ്പോൾ ഒരു മെസ്സേജ് സ്ക്രോൾ ചെയ്ത്, റീല് സ്ക്രോൾ ചെയ്ത് നോക്കാൻ കഴിയില്ല, കാലില്ല, അല്ലേ? അതില്ലാത്ത മക്കൾ പോലും ദേ ആർ ഗിവിംഗ് ദെയർ ബെസ്റ്റ് ഷോട്ട് ഇൻ ദെയർ ലൈഫ് ടൈം. സോ വൈ ഡോണ്ട് യു ഡു ഇറ്റ്? ഓക്കെ, സോ ബി കോൺഫിഡൻറ്റ് മൈ ഫ്യൂച്ചർ ഡോക്ടർ. എല്ലാം ശരിയാവും. All the very best.